ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ഫോൺ 8078000222. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെയും നാഗലശ്ശേരി പഞ്ചായത്തിന്റെയും അതിരുകൾ പങ്കിടുന്ന ചാത്തന്നൂർ ചേമ്പ്ര എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഓറിയന്റൽ റോക്ക് പ്രൈവറ്റ് ലിമിറ്റഡിലെ അതിഥി തൊഴിലാളിയുടെ മരണം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ജനകീയ സമരസമിതി. ക്വാറി പൂട്ടുന്നതുവരെ സമരം തുടരുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരാഴ്ച മുമ്പ് വാവന്നൂർ ചാത്തന്നൂർ റോഡിൽ ക്വാറിക്ക് സമീപത്ത് ട്രാക്ടർ ഇടിച്ച് ആസാം സ്വദേശികളായ 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു എന്നാണ് ചാലിശ്ശേരി പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിലുള്ളത്. എന്നാൽ ഈ അപകടം ക്വാറിക്കുള്ളിലാണ് നടന്നതെന്ന് ജനകീയ സമരസമിതി ആരോപിച്ചു. വാവന്നൂർ ചാത്തന്നൂർ റോഡിൽ അങ്ങനെയൊരു വാഹനാപകടം നടന്നിട്ടില്ല. പരിസരത്ത് താമസിക്കുന്നവരാരും തന്നെ ഇങ്ങനെ അപകടം നടന്നതായി കണ്ടിട്ടില്ല. നിരത്തിൽ അപകടത്തിന്റെ ഒരു അടയാളവും കാണാനുണ്ടായിരുന്നില്ല. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടും ജനങ്ങളുടെ ജീവനെ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടു പോകുന്നതിനു വേണ്ടിയാണ് അതിഥി തൊഴിലാളിയുടെ മരണം റോഡപകടമാക്കിയതെന്നും ജനകീയ സമരസമിതി ആരോപിച്ചു. കോടതി ഉത്തരവിന്റെ മറവിൽ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്വാറി പൂട്ടുന്നതുവരെ ജനകീയ സമരസമിതി സമരം തുടരുമെന്ന് സമരസമിതി ഭാരവാഹികളായ എം പ്രദീപ്, കെ രാമചന്ദ്രൻ, ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ പറഞ്ഞു. സാധാരണ ക്വാറിയിലൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ ആ ക്വാറി ഒരു ദിവസമോ അര ദിവസമോ ഒക്കെ നിർത്തിവെക്കും. അവിടുത്തെ ഒരു ജീവനക്കാരനാണ്, ഹിന്ദിക്കാരനാണ് മരിച്ചത്. ഒരു ജീവനക്കാരനാണ്. പോസ്റ്റ്മോർട്ടം നടത്തി ഡെഡ് ബോഡി എടുക്കുന്നവരെയൊക്കെ നിർത്തിവെക്കും. ഇവിടെ ഇങ്ങനൊരു അപകടം നടന്ന വിവരം ആ നാട്ടിലെ ഒരാൾ പോലും അറിഞ്ഞില്ല. ആ അപകടത്തിന് ശേഷം അവിടുത്തെ തൊഴിലാളികളായ ഹിന്ദിക്കാരുൾപ്പെടെ ആളുകൾ പുറത്തിറങ്ങുന്നില്ല. റോട്ടിലേക്കോ കടയിലേക്കോ ഒന്നും വരുന്നില്ല. ഈ ക്വാറി നിർബാധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത് പുറത്ത് റോട്ടിൽ വെച്ചിട്ടാണ് എന്ന വിവരം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കിട്ടാവുന്ന സോഴ്സ്, അവിടുത്തെ നാട്ടിലെ സോഴ്സിൽ നിന്നൊക്കെ മനസ്സിലായത് ക്വാറിക്കകത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ജാക്കി ജാമർ ഉള്ള ട്രാക്ടർ ബാക്കിലേക്ക് ഇറങ്ങി വന്നാണ് 3 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിലൊരാൾ മരണപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉന്നത അധികാരികൾ പോലീസിലെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണം. യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം. റൈറ്റ് വിഷൻ ന്യൂസ്, കൂറ്റനാട്. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽക്കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഫോൺ 8078000222 62 384 22503.